വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആട്ടോ. ഹോസ്റ്റലിലെ ഒരു ഈവനിങ് ഡേ ആണ് ഞാൻ ഫുൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും ഒരു 5 മണി സമയമൊക്കെ ആവട്ടെ. അപ്പോൾ അന്നേരം പോയി ചായയൊക്കെ എടുത്ത് ഞാൻ ചായ ആട്ടോ മെയിൻലി കുടിക്കാറ്. കോഫി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ രാവിലെ ചിലപ്പോൾ കോഫി കുടിക്കും. പക്ഷേ അതിനേക്കാൾ ഇഷ്ടം എനിക്ക് ചായയാണ് ഇഷ്ടം. അപ്പോൾ ചായ കുടിച്ചിട്ട് ചായയുടെ കൂടെ അതേ വാഴക്ക ബജ്ജി ആയിരുന്നു കേട്ടോ. എപ്പോഴും സോസ് ഉണ്ടായിരുന്നു റൂമിൽ, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയിട്ട് സോസ് കണ്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ അങ്ങ് കഴിച്ചു. അതിൻ്റെ കൂടെ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഷവർമ്മ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഷവർമ്മ ഞങ്ങൾ പാഴ്സൽ പറഞ്ഞായിരുന്നു. വന്നിട്ട് ഞാൻ റോൾ ഷവർമ്മയാണ് മേടിച്ചത്, അവരെല്ലാവരും പ്ലേറ്റാണ് മേടിച്ചത്. അപ്പോൾ ഞങ്ങളങ്ങനെ റൂമിലിരുന്ന് ഫ്രഷായിട്ട് കഴിച്ചു. ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോറി പോവാണ്. അപ്പോൾ ഇന്ന് എന്താ പ്രിയ മേടിക്കുന്നത്? ഐസ്ക്രീം. എന്നും ഐസ്ക്രീമാണോ? അവിടെ വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. ഭയങ്കര തിരക്കാണോന്ന് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാട്ടോ ഞങ്ങള്. എന്താ മേടിച്ചത്? ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:30 ടൈമൊക്കെ ആയി. ഇപ്പം എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. ഞാനും പ്രിയയും കൂടി സ്റ്റോറിൽ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അത്യാവശ്യം ഒന്നും ഉണ്ടായില്ല. ഐസ്ക്രീമും അങ്ങനെ ജ്യൂസ് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും പ്രിയയും കൂടി ഞാനൊരു കിലോ മേടിച്ച് അവളൊരു ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾക്കാണെങ്കിൽ ചെന്നിട്ട് ഒത്തിരി ഇരുന്ന് എഴുതാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പ്രിയ നീ എല്ലാം എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. എനിക്കിനി എന്തൊക്കെ എഴുതിയാലാന്നറിയോ? എനിക്ക് അപ്പൊ ഇനി ചെന്നിട്ട് ഇന്ന് രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങാതിരുന്ന് എഴുതാൻ പോവാ. ചലഞ്ചാ. ഇന്നിരുന്ന് നോക്കിക്കോ. ഇന്ന് ഞാൻ ഇരുന്ന് എല്ലാം ഇരുന്ന് എഴുതി തീർക്കും. ഞാനും ബുജ്ജിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉറങ്ങാതിരുന്ന് എല്ലാം എഴുതുക. ഇനിയാണ് ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോണേ കേട്ടോ. എഴുത്തെന്ന കലാപരിപാടി. അപ്പോൾ കുറേ എഴുതാനുണ്ട്. അസസ്മെൻറ്റ് ബുക്ക് എഴുതാനുണ്ട്, കേസ് ബുക്ക് എഴുതാനുണ്ട്, MLHB ബുക്ക് ഉണ്ട്. അങ്ങനെ ഒത്തിരി അസൈൻമെൻറ്റ്സുകളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾക്ക് കവർ ചെയ്യണം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഫയൽ വെക്കാനുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോഗ് ബുക്കിലൊക്കെ സൈൻ മേടിക്കണം. അങ്ങനെ ഈ ഒരു മാസം ഫുള്ളും എക്സാം ടൈമിനേക്കാളും കൂടുതൽ ഞങ്ങൾ കഷ്ടപ്പെടുന്ന മാസമാണ് ഈ മാസം. കാരണം ഒത്തിരി എഴുതാനാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഇരുന്ന് എഴുതണം. അപ്പോൾ എനിക്ക് എഴുതാൻ വേണ്ടി ഞാനൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടായിരിക്കും എഴുതണം. കാരണം അന്നേരമാണ് എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്ത് എനിക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടിക്കും. പിന്നെ എഴുതാനും തോന്നില്ല, ഒന്നും തോന്നത്തില്ല. ഏതെങ്കിലും എങ്ങനെ സിനിമയൊക്കെ കണ്ട് എഴുതുമ്പോഴാണ് ആ ഒരു ഫ്ലോയിലങ്ങ് ഞാൻ എഴുതി പോവും. തലവേന എടുക്കോടി എഴുതി. ഞാൻ എല്ലാ റൂമിലും ഒന്ന് റൗണ്ട്സിന് ഇറങ്ങി നോക്കട്ടെ, എല്ലാരും എന്നാ ചെയ്യുക നോക്കട്ടെ. തള്ള എഴുതി തീർന്നോ? അനുതാട് ചായയൊക്കെ ഉണ്ട്. ആരുണ്ടാക്കിയതാ? ഇച്ചിരി ടേസ്റ്റ് ചെയ്യട്ടെ. ഗൈസ്, അമല മാത്യു ഉണ്ടാക്കിയ ബ്ലാക്ക് കോഫിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ റെസിപ്പി കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടാ ചായപ്പൊടി ഇട്ടാ മതി. നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നല്ല, ഒരു ഫോട്ടോ ആണ്. ഞാൻ ചെറുപ്പത്തിൽ വെച്ചാൽ അധികം ചെറുപ്പമല്ല കേട്ടോ ഗൈസ്. ഒരു +1 എൻ്റെ +1 കാലത്ത് എടുത്ത ഫോട്ടോ ആയിട്ട് ഇത്. അത് ചുമ്മാ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. ഇത് വേറെ ഒന്നല്ല കേട്ടോ. നിങ്ങളൊന്ന് കണ്ടുനോക്ക്. ഞാൻ ചെറിയൊന്ന് പ്രാങ്ക് ചെയ്താമലേനെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് സ്നേക്കിൻ്റെ അടുത്ത് ചുമ്മാ നാളവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ചുമ്മാ ഒന്ന് പ്രാങ്ക് ചെയ്താ ഞാൻ. അതിൻ്റെ ക്ഷീണം മാറ്റാൻ എൻ്റെ കുറേ അസസ്മെൻറ്റും അസൈൻമെൻറ്റ്സും ഒക്കെ ഞാൻ പുള്ളിക്കാരിയുടെ കൈ കൊടുത്തിട്ടോ. കുറച്ച് ഫ്രണ്ട് പേജ്, പുള്ളിക്കാരിയാണ് എനിക്ക് ഫ്രണ്ട് പേജൊക്കെ എഴുതാൻ. അപ്പോൾ പുള്ളിക്കാരിയുടെ കൊടുത്തു. എനിക്ക് സ്വയം ഫ്രണ്ട് പേജ് എഴുതാൻ അറിയില്ല. കാരണം ഞാൻ എപ്പോൾ എഴുതിയാലും എന്തെങ്കിലും തെറ്റ് വരുത്തും അതിനകത്ത്. അത് നിശ്ചയമായിട്ടുള്ള കാര്യം. എന്താണ് തെറ്റ്
മാറ്റി വരുത്തുക. എന്തോ ഒരു എ4 ഷീറ്റ് കളയണമെന്ന് പറയൂ, എന്തൊരു പറയുക ഗൈസ്. അപ്പം ഇപ്പം സമയം ഒരു 12 മണി ആയി കാണും. എനിക്കാണെങ്കിൽ നല്ല തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം എഴുതി ഒത്തിരി എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഴുതി എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളായിരുന്നു. ഞാൻ വലിയ കാര്യമായിട്ട് 5 മണി വരെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഭയങ്കര തലവേദനയൊക്കെയാണ്. അപ്പം വെക്കം കിടക്കാം, മരുന്ന് വെച്ചിട്ട് വെക്കം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഭയങ്കര ഇപ്പം വെള്ളം പിടിക്കാൻ വേണ്ടി വന്നേക്കോട്ടെ ഗൈസ്. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യന്മാരില്ല, എല്ലാവരും റൂമിലിരുന്ന് എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. ഒരു മനുഷ്യനില്ല കണ്ടോ. പക്ഷെ സമയം ഒരു 12 മണി ആയി കാണത്തുള്ളൂ. പക്ഷെ ഒറ്റ മനുഷ്യനില്ല ഇവിടെ എങ്ങും. എന്നെ കാണിച്ചു തരട്ടെ, ഇതാ നിൽക്കുന്നതാണ് ഞാൻ. സൂം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ശരാ ഇന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു കേട്ടോ. ഞാൻ 5 മണി വരെ ഇന്ന് ഇരിക്കും. വെളുപ്പിന് 5 മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ കിടക്കാൻ പോകുള്ളൂ. അതുവരെ ഇരുന്ന് എഴുത്തായിരിക്കും. ഇന്ന് എനിക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ആയിരിക്കും എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞാൻ വീരവാദം അടിച്ചതാണ്. പക്ഷെ 10:30 എന്നൊരു സമയമായപ്പോഴേക്കും എനിക്ക് നല്ല തല പൊട്ടണ പോലത്തെ തലവേദന ആയിപ്പോയി. എന്തോ ചെയ്യാനാ ഇനി. ഇവിടെ വന്നപ്പോഴായിട്ട് കുഞ്ഞ് മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം വന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുല്ലപ്പൂ ആയിട്ടില്ല, ജസ്റ്റ് മൊട്ട ആയിട്ടുള്ളൂ. മുല്ലപ്പൂ ആയിട്ടില്ല, എന്നാലും നല്ല മണമുണ്ട് മുല്ലപ്പൂവിൻ്റെ. കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞ് മൊട്ട ആയിട്ടുള്ളൂ, മുല്ലപ്പൂ ആയിട്ട് വിരിഞ്ഞിട്ടില്ല ഒന്നും. ഇവിടെ അത്യാവശ്യം ഈ ഹോസ്റ്റൽ ഫുള്ളും ഇങ്ങനെ മുല്ലപ്പൂ, പിന്നെ എന്തുവാ ചെമ്പരത്തി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ എല്ലാം കാണിച്ചു തരാം. പണ്ട് മുതലുള്ള ഒരു പേടി സ്വപ്നമാട്ടോ രാത്രി പല്ല് തേച്ചില്ലെങ്കിൽ പാറ്റ നക്കും എന്നുള്ളൊരു പേടി സ്വപ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നും മുടങ്ങാതെ രാത്രി ഒരു 5 മിനിറ്റ് പല്ല് തേക്കാതെ കിടക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഗൈസ്, നൈറ്റായിട്ട് ഒത്തിരി ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ഈ വീഡിയോയിൽ. ഞാൻ കുറേ റിപ്പീറ്റ് എടുത്ത് നോക്കി, പക്ഷെ എന്നാലും നൈറ്റ് ആയതുകൊണ്ട് നല്ല രീതിക്ക് ലൈറ്റിംഗ് ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെ പല്ലൊക്കെ തേച്ച് ഞാൻ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് കിടക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ തലവേദന, പനി അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ നൈറ്റ് സ്കിൻ കെയറും അല്ലാത്ത സ്കിൻ കെയറൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മടിയാണ് ഓൾറെഡി. എനിക്ക് എവിടെയെങ്കിലും പിന്നെ കിടന്നാൽ മതി, അങ്ങനെ വയ്യാതെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ്. പിന്നെ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് എടുത്തേ ചെയ്യാം എന്നൊരു രീതിയിലെടുത്താണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.